ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ദേവദാരു എന്ന മനോഹരമായ കഥയാണ് പഠിക്കാനായി പോകുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും ബന്ധത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. എന്നാൽ ഈ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. പാഠഭാഗം എഴുതിയ എഴുത്തുകാരനെ പരിചയപ്പെടാം. സിർഗൈ മിഖേൽക്കോഫ്. ജനനം 1913 മാർച്ച് 13 റഷ്യയിലെ മോസ്കോയിലാണ് അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം ചെറുപ്പം മുതലേ കവിതകൾ എഴുതാൻ തുടങ്ങിയ അദ്ദേഹം മോസ്കോയിലെ ലിറ്റററി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. കുട്ടികളുടെ സാഹിത്യത്തിൽ കുട്ടികൾക്കായുള്ള കവിതകളിലൂടെയും കഥകളിലൂടെയുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ജനപ്രിയനായത്. അദ്ദേഹത്തിന്റെ അങ്കിൾ സ്റ്റീപ്പിൾ എന്ന കഥാപാത്രം റഷ്യൻ കുട്ടികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കാം. കൊച്ചു ദേവദാരു. വനപാലകന്റെ വീടിനു മുമ്പുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. അതിന്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷ തൈകളെ പോലെ അതും വളർന്നിരുന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ വളമായ സൂര്യ വെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നു കൊണ്ടേയിരുന്നു. എലികൾ അതിന്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിന്റെ അരികിൽ ജീവിച്ചു വന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിന്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചു മരത്തിന്റെ ചില്ലയിൽ ഇരുന്ന് മുന്നോട്ടും പിന്നോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു, ദയവായി എന്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, എങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. എന്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, മാക്മൈ പറഞ്ഞു. നിനക്ക് അറിഞ്ഞുകൂടെ? പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും, നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാൻ ഇവിടെ കുറെ വർഷമായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. നീ നോക്കിക്കൊള്ളൂ, ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും. ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്ബൈ അതിന്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തിലും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതെയായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞ് വീണ് കനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. ദേവദാരുവിന്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി, ആ കൊച്ചുമരം ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ 31 തീയതിയും വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിന്റെ അടുത്ത് ചെന്ന് അതിന്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തമായി കുലുക്കി. കുഞ്ഞു പാളികൾ അതിന്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിന്റെ പച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം, അത് അപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതിന്റെ ചില്ലകളിൽ പലതരത്തിലുള്ള രസകുടുക്കുകൾ അനവധി തൂക്കിയിരുന്നു. അതിന്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളെല്ലാം വെള്ള നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിന്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെയാണത്. എത്ര മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമുക്ക് ഈ മരത്തെ അലങ്കരിക്കാം. സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യന്തം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീട്ടിന്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിന്റെയും തലേ ദിവസം വരുമ്പോഴും ആ മരം തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. ഇതാണ് ഈ പാഠഭാഗം.
ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയം എന്തെല്ലാമെന്ന് നോക്കാം. പ്രകൃതി സ്നേഹവും കരുതലും പ്രമേയമാക്കുന്ന ഒരു മനോഹരമായ റഷ്യൻ ചെറുകഥയാണിത്. പ്രകൃതിയിലെ ജീവജാലങ്ങളോടുള്ള ആദരവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കും. പ്രധാന ആശയങ്ങൾ: പ്രകൃതിയുമായുള്ള ബന്ധം. ഒരു കൊച്ചു ദേവദാരു മരത്തെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ടു പോകുന്നത്. മരം വെറും ഒരു സസ്യമല്ല, മറിച്ച് പല ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന ഒരു വീടാണെന്ന തിരിച്ചറിവ് ഈ കഥ നൽകുന്നു. അഭേദ്യമായ ബന്ധം. പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയും മരത്തിന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തെയും കഥ വരച്ചു കാട്ടുന്നു. പ്രകൃതി സംരക്ഷണം. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും സസ്യലതാദികളെയും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ഇത് നൽകുന്നു. പാഠം നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും സസ്യലതാദികളെയും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ മരത്തിന് പോലും ഒട്ടേറെ ജീവജാലങ്ങൾക്ക് അഭയം നൽകാൻ കഴിയും എന്ന തിരിച്ചറിവ് ഈ പാഠം നൽകുന്നു. ഇനി ഈ പാഠഭാഗത്തിലെ പ്രധാന പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വായിക്കാം, പറയാം. ആദ്യ ചോദ്യം: ദേവദാരുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വനപാലകന്റെ വീടിന് മുന്നിലെ തുറസായ സ്ഥലത്താണ് ദേവദാരു വളർന്നത്. മറ്റു വൃക്ഷങ്ങളെ പോലെ ഭംഗിയുള്ളതായിരുന്നു അത്. വേനൽ മഴയും ഹേമന്തത്തിലെ മഞ്ഞും വസന്തത്തിലെ വെയിലും അത് ഒരുപോലെ ആസ്വദിച്ചു. പ്രകൃതിയോടും ചുറ്റുമുള്ള ജീവജാലങ്ങളോടും വിനയത്തോടെയും സ്നേഹത്തോടെയുമാണ് അത് പെരുമാറിയത്. രണ്ടാമത്തെ ചോദ്യം: ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ. കാടിനുള്ളിലല്ലാതെ വനപാലകന്റെ വീടിന് മുന്നിലെ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നിരുന്നത്. എങ്കിലും എലികൾ അതിന്റെ ചുവട്ടിൽ ഓടിക്കളിക്കുകയും ഷഡ്പദങ്ങൾ ജീവിക്കുകയും ചിത്രശലഭങ്ങൾ ചില്ലകളിൽ കളിക്കുകയും ചെയ്തിരുന്നതിനാൽ അതിന് ഒരിക്കലും ഏകാന്തത തോന്നിയിരുന്നില്ല. അടുത്ത ചോദ്യം: ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ. ഉത്തരം: ഒരു ദിവസം പറന്നു വന്ന മാക്വേ പക്ഷി ദേവദാരുവിന്റെ ചില്ലകളിൽ ഇരുന്ന് മര്യാദയില്ലാതെ ആടാൻ തുടങ്ങി. ചില്ലകൾ ഒടിഞ്ഞു പോകുമെന്ന് ദേവദാരു വിനയത്തോടെ പറഞ്ഞപ്പോൾ, പുതുവർഷം വരുമ്പോൾ മനുഷ്യർ വന്ന് അതിന്റെ തലപ്പ് വെട്ടിക്കൊണ്ട് പോകുമെന്ന് മാക്വേ പക്ഷി പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ദേവദാരുവിന്റെ മനസ്സിൽ ആദ്യമായി ഭയാശങ്കകൾ ഉണ്ടായത്. അടുത്ത ചോദ്യം: 31-ാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം. മാക്വേ പക്ഷി പറഞ്ഞ വാക്കുകൾ കേട്ടതു മുതൽ വർഷത്തിന്റെ അവസാന ദിനമായ ഡിസംബർ 31-ാം തീയതി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരുന്നു കൊച്ചു ദേവദാരുവിന്റെ ചിന്ത. എന്നാൽ അന്നൊരു മനുഷ്യൻ അതിന്റെ അടുത്തു വരികയും അതിന്റെ മുകൾ ഭാഗം ശക്തിയായി കുലുക്കുകയും ചെയ്തു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് അയാൾ തൃപ്തിയോടെ പറയുന്നത് കേട്ടതോടെ തന്റെ തലപ്പ് വെട്ടി മാറ്റാൻ വന്നതാണെന്ന് കരുതി ഭയന്നു വിറച്ച ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടു. ചോദ്യം: ആത്മകഥ. ദേവദാരുവിന്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നുവെന്നും അതിന്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നുവെന്നും നമുക്കറിയാം. ദേവദാരുവിന്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് മാറ്റിയെഴുതി. ഉത്തരം: ആത്മകഥ കൊച്ചു ദേവദാരു. ഞാൻ ഒരു കൊച്ചു ദേവദാരുവിൻ തൈയാണ്. വിശാലമായ വനത്തിന് പുറത്ത് വനപാലകന്റെ വീടിന് മുന്നിലാണ് ഞാൻ തനിച്ചു വളർന്നത്. എന്റെ ബാല്യകാലം ഓർക്കുമ്പോൾ ഇന്നും മനസ്സിൽ തണുപ്പും ഒപ്പം ആ നാളുകളുടെ പ്രത്യേകമായ ഒരു അനുഭവമാണ് കടന്നു വരുന്നത്. അന്ന് ഞാൻ വളരെ ചെറിയൊരു തൈയായിരുന്നു. എനിക്ക് ചുറ്റും വലിയ ഓക്കുമരങ്ങളോ പൈൻമരങ്ങളോ ഉണ്ടായിരുന്നില്ല. വലിയ മരങ്ങളെല്ലാം കാട്ടിലായിരുന്നു. ഞാൻ വനപാലകന്റെ വീടിന് മുന്നിൽ തികച്ചും ഒറ്റയ്ക്കായിരുന്നു നിന്നിരുന്നത്. എങ്കിലും എനിക്ക് ഒട്ടും ഏകാന്തത അനുഭവപ്പെട്ടിരുന്നില്ല. പ്രകൃതിയുടെ സ്നേഹവും വനപാലകന്റെ കരുത്തും എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു. ശൈത്യകാലം വന്നാൽ ലോകം മുഴുവൻ വെളുത്ത മഞ്ഞ് പുതയ്ക്കും. മഞ്ഞിന്റെ കമ്പിളി പുതപ്പിൽ ഞാൻ സുഖമായി ഉറങ്ങും. ആ തണുപ്പിലും എന്റെ ഉള്ളിൽ ജീവന്റെ വലിയൊരു തുടുപ്പുണ്ടായിരുന്നു. വസന്തകാലം വരുമ്പോൾ മഞ്ഞുരുകി മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വീണ്ടും ഉണരും. അന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: ഒന്ന് വേഗത്തിൽ വളർന്ന് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കണം. പക്ഷികളുടെ പാട്ടും കാറ്റിന്റെ തലോടലും ഒക്കെയായിരുന്നു എന്റെ ബാല്യകാല സുഹൃത്തുക്കൾ. മനുഷ്യർ അടുത്തു വരുമ്പോൾ എനിക്ക് ആദ്യം ഭയമായിരുന്നു. പക്ഷേ വനപാലകർ എന്നെ എത്രമാത്രം സ്നേഹത്തോടും കരുതലോടുമാണ് നോക്കിയിരുന്നത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. പ്രകൃതിയുടെ സ്നേഹം അറിഞ്ഞ് ഓരോ നാളും ഞാൻ വളരുകയായിരുന്നു. ആ കൊച്ചു നാളുകൾ എനിക്ക് ഒട്ടേറെ പാഠങ്ങൾ നൽകി. എളിമയോടെ വളർന്ന് പിൻകാലത്തെ വലിയൊരു മരമായി മറ്റുള്ളവർക്ക് തണലേകണമെന്ന സ്വപ്നമായിരുന്നു എന്റെ ബാല്യകാലത്തെ ഏറ്റവും വലിയ നിധി. അടുത്ത ചോദ്യം വിശദമാക്കാം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകിയ സന്ദേശം. വിശദമാക്കുക. ഉത്തരം: കൊച്ചു ദേവദാരു എന്ന കഥ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നു. വനപാലകൻ കൊച്ചു ദേവദാരുവിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ ദേവദാരു തൈ വളരുന്നതിനായി വനപാലകൻ നടത്തുന്ന പരിശ്രമങ്ങളും കരുതലും ശ്രദ്ധേയമാണ്. ഇതിനു പകരമായി ആ കൊച്ചു മരം വനപാലകന് നൽകുന്ന ആത്മവിശ്വാസവും പ്രകൃതിയുടെ ശാന്തതയും ഇവിടെ കാണാം. ചുരുക്കത്തിൽ, മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി മനുഷ്യന് സ്നേഹവും സന്തോഷവും തിരികെ നൽകും എന്ന സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. കൂടുതലായി ചിന്തിക്കുമ്പോൾ ഈ കഥ പ്രകൃതിയുടെ അതിജീവന ശക്തിയെയും മനുഷ്യന്റെ ഉത്തരവാദിത്തത്തെയും ഒരേപോലെ എടുത്തു കാണിക്കുന്നു. കൊടും തണുപ്പിലും മഞ്ഞുവീഴ്ചയിലും തളരാതെ നിൽക്കുന്ന ആ കൊച്ചു ദേവദാരു പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനായി ഒരു പരിധിവരെ മനുഷ്യന്റെ കരുണ അത്യാവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വനപാലകന്റെ സാമീപ്യം ആ മരത്തിന് നൽകുന്ന സുരക്ഷയും ആ മരത്തിന്റെ സാന്നിധ്യം വനപാലകന്റെ ഏകാന്തതയ്ക്ക് നൽകുന്ന ആശ്വാസവും ഇവർ തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ തെളിവാണ്.
പ്രകൃതിയും കേവലം ഭൗതികമായ ഒന്നായി കാണാതെ അതിനെ ജീവനുള്ള കൂട്ടുകാരിയായി കാണാൻ ഈ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു. ചോദ്യം, പദഘടന. വനപാലകന്റെ വീടിന് മുമ്പുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. വസന്തത്തിലും ഊഷ്മളമായ സൂര്യ വെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ, അവ വേർതിരിച്ച് എഴുതി നോക്കും. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പദഘടനാ വിഭാഗത്തിലെ പ്രവർത്തനങ്ങളിലുള്ള കൃത്യമായ ഉത്തരങ്ങൾ താഴെ നൽകുന്നു. വിഗ്രഹിച്ചെഴുതുക. വനപാലകൻ, വനത്തെ പാലിക്കുന്നവൻ. സൂര്യ വെളിച്ചം, സൂര്യന്റെ വെളിച്ചം. പദഘടനയിലെ മാറ്റം. രണ്ടോ അതിലധികമോ പദങ്ങൾ തമ്മിൽ ഒറ്റപ്പദമാകുമ്പോൾ അവയ്ക്കിടയിലുള്ള വിഭക്തി പ്രത്യയങ്ങൾ, ഉദാഹരണത്തിന് എ, ഡേ എന്നിവ ലോപിച്ചു പോകുന്നു. വനത്തെ എന്നതിലെ എ എന്ന പ്രത്യയവും സൂര്യന്റെ എന്നതിലെ ഡേ എന്ന പ്രത്യയവും ചേർത്ത് എഴുതുമ്പോൾ ഇല്ലാതാകും. വനത്തെ എന്നതിലെ കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്നുള്ള ചില സമാന പദങ്ങൾ കൊണ്ട് തുറന്ന പ്രദേശം, തുറന്നതായ പ്രദേശം. ദേവദാരു വൃക്ഷം, ദേവദാരു എന്ന പേരുള്ള വൃക്ഷം. അടുത്ത ചോദ്യം, ലഘുരേഖ തയ്യാറാക്കാം. ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുരേഖ തയ്യാറാക്കുക. വിഷയം പരിസ്ഥിതിയും വികസനവും. ഉത്തരം, മനുഷ്യന്റെ പുരോഗതിക്ക് വികസനം അത്യാവശ്യമാണ്. എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുന്നു എന്ന ചിന്തയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യം. മനുഷ്യർ തന്റെ സ്വാർത്ഥതയ്ക്കും താൽക്കാലിക സൗകര്യങ്ങൾക്കുമായി കാടുകൾ വെട്ടി നശിപ്പിക്കുകയും കുന്നിടിക്കുകയും ജലാശയങ്ങൾ നികത്തുകയും ചെയ്യുന്നു. ഇത്തരം അനിയന്ത്രിതമായ വികസന പ്രവർത്തനങ്ങൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. ആഗോളതാപനം, അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം പ്രകൃതിയോട് മനുഷ്യർ കാണിക്കുന്ന ക്രൂരതയുടെ അനന്തരഫലങ്ങളാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന രീതിയാണ് സുസ്ഥിര വികസനം എന്ന് വിളിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ വരും തലമുറയെ ഓർത്ത് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാൻ നാം തയ്യാറാകണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കിയും ജലസ്രോതസ്സുകൾ ശുദ്ധമായി സൂക്ഷിച്ചും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ. പ്രകൃതിക്ക് കോട്ടം തട്ടാതെയുള്ള വികസനമാണ് നാളെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ് ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും മുന്നിട്ട് ഇറങ്ങേണ്ടതാണ്. കൃഷ്ണക്കുറുപ്പ്. മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയിലെയും കൊച്ചു ദേവദാരു എന്ന കഥയിലെയും ഒരേ ആശയം തന്നെയാണോ പ്രകടനമാകുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, മരങ്ങൾ പൂക്കുന്നത് എന്ന കവിതയും കൊച്ചു ദേവദാരു എന്ന കഥയും പ്രകൃതിയിലെ അതിലെ ജീവജാലങ്ങളുടെ പരസ്പര ബന്ധത്തെയും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പുറമേ കാണുന്ന വേർതിരിവുകൾക്കപ്പുറം പ്രകൃതിയിലെ സകല ചരാചരങ്ങളും അദൃശ്യമായ സ്നേഹത്തിന്റെയും കരുതലിന്റെയും നൂലുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ സത്യമാണ് രണ്ടിടത്തും പ്രതിഫലിക്കുന്നത്. കവിതയിൽ മരങ്ങൾ വേറാണെങ്കിലും മണ്ണിലൂടെ വേരുകളാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയം വരുന്നുണ്ട്. അതുപോലെ കൊച്ചു ദേവദാരു എന്ന കഥയിലും താൻ ഒറ്റയ്ക്കായിരുന്നിട്ടും പ്രകൃതിയുടെ കരുതൽ അനുഭവിച്ചാണ് ആ കുഞ്ഞുമരം വളർന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള അദൃശ്യമായ സ്നേഹബന്ധം കവിതയിലും കഥയിലും വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് മരങ്ങൾ പൂക്കുന്നതും തളിർക്കുന്നതും ജീവന്റെ അനന്ത സാധ്യതകളെയും അതിജീവനത്തെയും കുറിക്കുന്നു. മരങ്ങൾ തമ്മിൽ വേരുകൾ കൊണ്ട് തൊട്ടു നിൽക്കുന്നത് പോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ സ്നേഹത്തിന്റെ ഒരു വലിയ വേരുബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ പാഠഭാഗങ്ങൾ നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു ഭൗതിക വസ്തുവായി കാണാതെ അതിനെ ഒരു ജീവനുള്ള കൂട്ടുകാരിയായി കാണാൻ രചനകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി തിരികെ സ്നേഹവും സന്തോഷവും നൽകുന്നു എന്ന ബോധ്യം വളർത്താൻ ഈ നിരീക്ഷണങ്ങൾ സഹായിക്കുന്നു. പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന കൂടുതൽ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.